بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുകൂലമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന അശരണരും ആലംബഹീനരുമായവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും പരിപൂർണമായ നിലയിൽ ശിഫയാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെയെല്ലാം അള്ളാഹു ശാന്തി സമാധാനം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി മരണപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ മരണം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരാധ്യനായി അംഗീകരിക്കുക എന്നുള്ളത്. ഇസ്ലാം കാര്യം 5 ആണ്, ഈമാൻ കാര്യം 6 ആണ്. ഈ 6ഉം 5ഉം 11 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. നമ്മുടെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശനോത്സവത്തിൽ അവരോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ 6, 5, 11 കാര്യങ്ങളാണ്. ഒരു മുസ്ലിം ആകാൻ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ അവരുടെ മുന്നിലേക്ക് വെക്കുന്ന നിബന്ധനകളാണിത്. ഈ 6, 5, 11 കാര്യങ്ങളാണ് ഒരു മുസ്ലിം എന്ന് പറയുന്ന വ്യക്തി ഏറ്റെടുക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം, ദൗത്യം. അതാണ് അവൻ്റെ എൻട്രി പാസ്. ഇത് ഏറ്റെടുക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അപ്പം അതിലൊന്നാമതായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, നബിതങ്ങളുടെ അരികിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ഷഹാദത്താണ്. എല്ലാവരും ദൈവത്തെ അംഗീകരിക്കുന്നു, ഏകദൈവ വിശ്വാസത്തെ, ഏകദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും, മുസ്ലിമീങ്ങളിലും അമുസ്ലിമീങ്ങളിലും. എന്നാലും തൻ്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റാത്തതിൻ്റെ കാരണത്താൽ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിലാണ് അവരുടെ മുന്നിൽ മറ്റു പ്രതിഷ്ഠകളെയൊക്കെ വെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അവർ സമർപ്പിച്ച് ആരാധന അർപ്പിക്കുന്നത്.
അങ്ങനെയാണ് മറ്റു പല മതക്കാരും അവർ ചെയ്യുന്നത്. ഇസ്ലാം അതിനോട് അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ നിയമവും നബിതങ്ങൾ പഠിപ്പിച്ചതും അള്ളാഹു ആഗ്രഹിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന. അതാണ് ആരാധന. നീ ആരാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ്, നിന്റെ സംരക്ഷകൻ, നിന്റെ എല്ലാം നിന്റെ യജമാനൻ, നിന്റെ നേതാവ്, ജേതാവ് അള്ളാഹു ആണ് എന്ന് പരിപൂർണമായി നീ അംഗീകരിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ ഒരു വാക്ക്, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും ആ ഒരു വാക്ക്, തുടക്കവും ഒടുക്കവും. അതാണ് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഒരു വാക്ക് ഉച്ചരിച്ചു കൊണ്ടാണ് അവൻ ഈ ലോകത്ത് നിന്ന് സലാം പറയുന്നത്, വിട പറയുന്നതെങ്കിൽ ദഖലൽ ജന്ന. പിന്നെ അവിടെ മറിച്ചൊന്നും ചിന്തിക്കാനില്ല, അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നാണ് കമാ ഖാല ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹു അങ്ങനെ നമ്മളെല്ലാവരെയും ആക്കുമാറാകട്ടെ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മെമ്പർഷിപ്പ് എടുത്ത മുസ്ലിമായ നമുക്ക് വഴികാട്ടിയായി നമുക്ക് മാർഗങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യക്ഷൻ, ഒരു ഗുരുനാഥൻ നമുക്ക് ആവശ്യമാണ്. അതാണ് നബിയുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലാണ്. ആരാണ് റബ്ബ് എന്നും ആ റബ്ബിലേക്ക് എത്താനുള്ള വഴികൾ എന്ത് എന്നും പഠിപ്പിച്ചു തരുന്നത് ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളാണ് അന്ത്യപ്രവാചകൻ. അതിനുശേഷം ഇനിയൊരു പ്രവാചകൻ ലോകത്ത് വരാനില്ല. ഇതിനുശേഷം ഇനിയൊരു പ്രവാചകൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോയാൽ അവൻ ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പുറത്താണ്. എൻ്റെ മെമ്പർഷിപ്പ് കട്ടായിപ്പോയി. അള്ളാഹിൻ്റെ റസൂലാണ് ഖാത്തമുൻ നബിയീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണി നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ നേതാവാണ്, ലോകത്തിൻ്റെ നേതാവാണ്, സർവ്വചരാചരങ്ങളുടെയും നേതാവാണ്, സൃഷ്ടികളുടെയും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഉദരജീവികളുടെയും സകലമാന വസ്തുക്കളുടെയും നേതാവ് നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി, ജിന്നുകളുടെയും ഇൻസുകളുടെയും ഒക്കെ നേതാവ് നബിയുന റസൂലുള്ളാഹി. അപ്പം അതാണ് നമ്മൾ അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് അംഗീകരിക്കണം. മനസ്സുകൊണ്ട് പറഞ്ഞ്, നാവ് കൊണ്ട് മൊഴിഞ്ഞ്, കൽബിൽ അത് വിശ്വസിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ എന്തായി? അവൻ മുസ്ലിമായി രംഗപ്രവേശനം നടത്തി. പിന്നീട് അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെടുന്ന കടമയാണ് ഇഖാമത്തുസ്സലാ, നമസ്കാരം നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം. ആ നമസ്കാരം അവൻ ഏറ്റെടുക്കൽ അവൻ്റെ മേൽ ഫർളാണ്. അതേപോലെ രണ്ടാമതായി അവനോട് കൽപ്പിക്കപ്പെടുന്നു, നമസ്കാരത്തിന് ശേഷം സാമ്പത്തികമായി എല്ലാ നിലയ്ക്കും നിനക്ക് കഴിവുണ്ട് എങ്കിൽ നിന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം സക്കാത്തായി നീ മാറ്റി വെക്കണം. ഇത് കൽപ്പനയാണ്. മൂന്നാമതായി അവനോട് കൽപ്പിക്കുകയാണ്, നീ റമദാൻ മാസത്തിൽ ഫർളായ കാര്യമാണ്, നിബന്ധനയാണ്, നിർബന്ധമാണ്, നിന്റെ മേൽ ബാധ്യതയാണ് ആ റമദാനിലെ നോമ്പ് നീ അനുഷ്ഠിക്കുക എന്നുള്ളത്. നാലാമതായി അവൻ്റെ മേൽ കൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വതഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഷഹാദത്തിന് ശേഷം നാലാമത്, അപ്പോൾ അഞ്ചാമത്തെ കാര്യമായി. ഷഹാദത്തും കൂടെ ചേർക്കുമ്പോൾ 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 നോമ്പ്, 4 സക്കാത്ത്, 5 ഹജ്ജ്. ഇതാണ് നമ്മുടെ വിഷയം. ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്തവൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ ഏൽപ്പിക്കുന്ന ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ഈ 4 കാര്യങ്ങൾ. ഷഹാദത്ത് ഏറ്റെടുത്തവൻ്റെ മേൽ
ഷഹാദത്ത് ഏറ്റെടുക്കാത്തവൻ്റെ മേൽ ഈ ഒരു ഉത്തരവാദിത്തം അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. ഷഹാദത്ത് കലിമ ചൊല്ലിയാണ് നമ്മളെല്ലാവരും ഇന്ന് വരെ നിലനിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ജനിച്ച് വീണ ഉടനെ നമ്മുടെ വലത് കാതിലും ഇടത് കാതിലും ഷഹാദത്തിൻ്റെ നാമമാണ് ആദ്യമായി കേട്ടത്. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ച ഉടനെ അവൻ്റെ കാതിൽ മറ്റ് സംസാരങ്ങൾ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത്രയെങ്കിലും പറഞ്ഞിരിക്കണം. അതെങ്കിലും നമ്മൾ കഴിവതും ഈ മുസ്ലിം ഹോസ്പിറ്റലിൽ നമ്മൾ പോയി മുസ്ലിം ഡോക്ടർമാരാണ് ഈ പ്രസവം എടുക്കുന്നത് എങ്കിൽ ആ ഒരു 3 വാക്കെങ്കിലും ആദ്യമായി അവർ ഉച്ചരിക്കണം. അങ്ങനെ എത്രയോ ഹോസ്പിറ്റലുണ്ട്, ആശുപത്രികളിൽ. അല്ലാഹു അക്ബർ ആദ്യമായി കുട്ടി ഡോക്ടർ തന്നെ എടുത്തിട്ടാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ മതി. ആ ഒരു വാക്ക് കിട്ടിയാൽ മതി. ആദ്യമായി ആ കുട്ടിയുടെ കാതിൽ കേൾക്കേണ്ടത് ഷഹാദത്താണ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹുവിൽ അല്ലാതെ ആരുമില്ല എന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ ജനിക്കുന്ന സകലമാന കുട്ടികളും. അത് അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. മാമിൻ മൗലൂദിൻ യുലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് കുട്ടികളൊക്കെ ജനിച്ചു വീഴുന്നത്. അതിന് തഫ്സീർ വിശദീകരണത്തിലേക്കൊക്കെ പോകുമ്പം ഈ കുട്ടിയുടെ കരച്ചിലിൻ്റെ വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആണ് എന്നുള്ളതൊക്കെ തഫ്സീർ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ആദ്യമായി നമ്മുടെ ഒരു കുട്ടി കേൾക്കേണ്ട ഒരു വാക്ക് ഇതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ഒരു ഉപ്പ ഹോസ്പിറ്റലിലേക്ക് ഈ ഭാര്യയെ കൊണ്ടുപോകാൻ. പ്രസവിച്ച ഉടനെ അവരോട് പറയണം, ജസ്റ്റ് പെട്ടെന്ന് ഞങ്ങളിലേക്ക് എത്തിച്ചേരണം, ഒരു ചെറിയൊരു കർമ്മമുണ്ട്, ഒരു 2 മിനിറ്റ്. ആ വാപ്പ അങ്ങനെ കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂൽ. അതിന് കുട്ടി ജനിച്ച് കൊണ്ടുവന്ന് പ്രസവിച്ച് കൊണ്ടുവന്നിട്ട് പ്രസവിച്ച് കഴിഞ്ഞ് 4:50 പ്രസവിച്ചു. പിന്നെ ഈ വാപ്പ ഓട്ടോറിക്ഷ പിടിച്ച് മണക്കാട് പള്ളി വന്ന് മോദി സാഹിബിനെ വിളിച്ചോണ്ട് പോയി ആ കൊച്ചിനെ എടുത്ത് ബാങ്ക് വിളിച്ചു കൊടുക്കുകയാണ്. എത്ര സമയമായി, എത്ര വാക്കുകൾ കേട്ട്, എത്ര ഭൗതികമായ വാക്കുകൾ ആ കുട്ടി കേട്ടില്ലേ. ഒരു വാങ്ക് വിളിക്കാനെങ്കിൽ ഈ വാപ്പാക്ക് അറിഞ്ഞൂടെ? ഒരു 2 വാക്ക് പറയാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഷഹാദത്താണ്, അത് നമ്മൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ആദ്യമായി നമ്മൾ ഉച്ചരിച്ചത്. അങ്ങനെ നമ്മൾ മുസ്ലിമായി, അൽഹംദുലില്ലാഹ്. അവസാനം അത് ഉച്ചരിക്കാൻ വേണം മരിക്കുമ്പോൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ അവസാനം ഇത് ഉച്ചരിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കണം. എന്നാലേ ഈ ആദ്യം അള്ളാൻ്റെ വകയായിട്ട് ഫ്രീ ആയിട്ട് അവൻ തന്നതാണ്. കാരണം നിനക്കിത് ഉച്ചരിക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവില്ലാത്തത് കൊണ്ട് അള്ളാൻ്റെ വകയായിട്ട് ഓശാരമായി അള്ളാഹു നമുക്ക് തന്നു. അവൻ നമ്മളെ ജനിപ്പിച്ചു ഷഹാദത്തിലൂടെ, അൽഹംദുലില്ലാഹ്. ഇനി നീ പ്രായപൂർത്തിയായതിനു ശേഷമാണ് അള്ളാഹു നിന്റെ മേൽ നിർബന്ധമാക്കുന്നത്. നിനക്കൊരു പ്രായമെത്തി, നീ ബാലിഗായി, നീ ഒരു യുവത്വത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ള അടയാളങ്ങൾ നിന്റെ മുന്നിൽ കണ്ടു തുടങ്ങിയെങ്കിൽ നിർബന്ധമായി നിന്റെ മേൽ കടമയാണ് നീ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. ആ നമസ്കാരം നിലനിർത്തി നീ ബിസിനസ്സിലേക്ക് കടക്കുന്നു, കച്ചവടത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ നീ പഠിച്ച് വലിയ ഒരു ജോലിക്കാരനായി മാറിയെങ്കിൽ അതിൽ നിന്ന് അല്ലാഹു നിനക്ക് തരുന്ന സമ്പത്ത് അത് നിന്റെയും നിന്റെ സമ്പത്തിൻ്റെയും സൂക്ഷ്മതയ്ക്കും നന്മയ്ക്കും വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമാണ് എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് 2.5% ടാക്സ് ആയിട്ട് അല്ലാഹ്ക്ക് നീ മാറ്റിവെക്കണം. അത് അവനോടുള്ള ഉപദേശമാണ്. അങ്ങനെ നീ കഴിയുന്ന കൂട്ടത്തിലാണ് ഒരു വർഷത്തിൻ്റെ പര്യവസാനം എന്ന നിലയിൽ പരിശുദ്ധ റമളാൻ നിന്നിലേക്ക് വരുന്നത്. ആ സമയത്ത് നിന്റെ ശരീരത്തിൻ്റെ സക്കാത്താണ് നീ നോമ്പ് പിടിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും നിന്റെ മേൽ നിർബന്ധമാക്കി. റമളാൻ ആ പരിപൂർണമായി നീ ഏറ്റെടുത്ത് ആ റമളാനിൻ്റെ പകലുകൾ അല്ലാഹ്ക്ക് വേണ്ടി നീ മാറ്റിവെച്ച് നിന്റെ ശരീരം, നിന്റെ റൂഹ്, നിന്റെ നഫ്സ്, നിന്റെ ആത്മാവ് മുഴുവനും അല്ലാ എന്ന ഒരു ആത്മീയതയിലേക്ക് നീ യാത്ര തിരിച്ച് അതിൻ്റെ പര്യവസാനം എത്തുമ്പോൾ തന്നെ അല്ലാഹു 5ാമതായി ഒരു ബാധ്യത നിന്റെ മേൽ ഏൽപ്പിക്കുകയാണ്. ഈ 4 കാര്യം പ്രവർത്തിച്ച നിന്നെ അല്ലാഹു അവൻ്റെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു. അതാണ് ഹജ്ജ്. ദഅാഹും,
നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹുജ്ജാജ് വഫ്ദുല്ലാഹ് വൽ മുഅ്തമിർ, അൽ ഹുജ്ജാജ് വൽ മുഅ്തമിർ വഫ്ദുല്ലാഹ്. അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടാണ് ഹാജിമാരെയും ഉംറ ചെയ്യുന്നവരെയും അള്ളാഹു ഏറ്റെടുക്കുന്നത്, സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു പരിപാടിക്ക് ഇപ്പോൾ രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ ഗവർണറുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണത്. എന്തൊരു വലിയ കാര്യമാണത്. മുഖ്യമന്ത്രിയുടെ ചടങ്ങിലൊക്കെ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്, ഞാൻ അതിഥിയായിട്ട് പോവുകയാണ്, ഞങ്ങളുടെ ആതിഥേയൻ മുഖ്യമന്ത്രിയാണ്, ഞങ്ങളുടെ ആതിഥേയൻ ഗവർണറാണ്, ഞങ്ങളുടെ ആതിഥേയൻ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫഖറാണ്. ആ പാസ്സൊക്കെ കാണിക്കുമ്പോൾ നിൻ്റെ കാറ് പോകാനുള്ള പാസ്, നിനക്ക് അവിടെ ഇരിക്കാനുള്ള സീറ്റ്, നിന്നെ വലിയ ആദരവോട് കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫഖറല്ലേ. ഇന്ന ആൾ വിളിക്കുക എന്ന് പറയുമ്പോൾ വലിയ ഫഖറാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവാണ് വിളിക്കുന്നത്, ലോകത്തിൻ്റെ സംരക്ഷകനാണ് വിളിക്കുന്നത്, ലോകത്തിൻ്റെ നിയന്താവാണ് വിളിക്കുന്നത്, ഈ ലോകത്തെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്ന പടച്ച തമ്പുരാനാണ് നമ്മളെ ക്ഷണിക്കുന്നത്. ഹാജിമാരെ, ഉംറ ചെയ്യുന്നവരെ, നിങ്ങൾ വരീൻ, എൻ്റെ അരികിലേക്ക് നിങ്ങൾ വരീൻ. ദഅാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിക്കുകയാണ്, അവരെ വിളിക്കുകയാണ്. വസഅലൂഹു, അങ്ങനെ അള്ളാഹുവിൻ്റെ വിളിക്ക് അവർ ഉത്തരം നൽകുന്നു, അവർ ഉത്തരം നൽകുന്നു. ആ ഉത്തരം നൽകുന്ന വ്യക്തികളിൽ വലം യർഫുസ് വലം യഫ്സുഖ്, നല്ല നിലയിൽ, നല്ല വാക്കോടെ, നല്ല സംസാരത്തോടെ, നല്ല ഭാഷയോടെ, നല്ല മനസ്സോടുകൂടിയാണ് അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ദർബാറിലേക്ക് പോകുന്നതെങ്കിൽ അവൻ്റെ ഭക്ഷണമെല്ലാം വാങ്ങിക്കഴിച്ച് വിഭവങ്ങളെല്ലാം രുചിച്ച് റജഅ, അവൻ മടങ്ങുന്നത് ഇതേപോലെ ഖയൗമ വലദതുഹു ഉമ്മുഹു, ആദ്യമായി അള്ളാഹ് ഇവന് കൊടുത്ത അനുഗ്രഹം ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നപ്പോൾ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ അള്ളാഹു സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട് എല്ലാ ഷഹാദത്ത് കലിമ ചൊല്ലിച്ച് അവനെ കൊണ്ട് സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റിയത്, അതേ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആതിഥേയത്വം സ്വീകരിച്ചിട്ട് മടങ്ങി വരുന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ ആക്കി മാറ്റുമെന്നും അനുഗ്രഹിക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് നമ്മളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കുന്നത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ചെയ്യാം. പക്ഷെ 5-ാമത്തെ കാര്യം, ഈ 4 പൂർത്തിയാക്കിയ നിങ്ങളെ എനിക്ക് നേരിൽ കണ്ട് നിങ്ങളുമായിട്ട് ചില മുനാജാത്തുകൾ, ചില സംഭാഷണങ്ങൾ നടത്താനുണ്ട്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ വീട്ടിൽ നിങ്ങൾ വരണം. അതാണ് അള്ളാഹ് വിളിക്കുന്നത്. ആദ്യത്തെ വീടാണ് പരിശുദ്ധമായ കഅബ. സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നാണ്. ഭൂമിയുടെ മധ്യമാണ്, ഭൂമിയുടെ മധ്യമാണ്. അവിടേക്ക് വരാനാണ് അള്ളാഹ് ക്ഷണിക്കുന്നത്. അങ്ങോട്ടേക്ക് വാ, അങ്ങോട്ടേക്ക് വാ, എനിക്ക് നിങ്ങളുമായിട്ട് എൻ്റെ മുനാജാത്ത് നടത്തണം. അവിടെ മനക്കാട് പള്ളിയിൽ ഇരുന്ന അള്ളാഹ് കാണൂലേ? കാണും. കമലേശ്വരത്തിരുന്നാൽ കാണൂലേ? കാണും. അട്ടക്കുളങ്ങര ഇരുന്നാൽ കാണൂലേ? കാണും. പിന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഹജ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്ന് നമുക്കിപ്പോൾ അങ്ങനെ അള്ളാഹു പറയുന്നത് പോലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ മണക്കാട് പള്ളിയെ തവാഫ് ചെയ്ത് ഹജ്ജ് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. പടച്ചോ നമ്മളെ വിളിക്കുന്നു. ഇപ്പോൾ ഭരണസിരാ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇവിടെ എന്താ ഇങ്ങോട്ട് വന്നാ? അങ്ങോട്ടേക്ക് വിളിച്ചാൽ ആരാ? അങ്ങോട്ടേക്ക് എല്ലാവരും പോകുള്ളൂ. ഒരു പ്രധാനമന്ത്രി വിളിച്ചു, അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാഷ്ട്രപതി വിളിച്ചു, അങ്ങോട്ടേക്കാണ് പോകുന്നത്. വലിയ ആവേശത്തോടെ എന്നെ വിളിച്ചിരിക്കുന്നു, ഇന്നാൾ വിളിച്ചിരിക്കുന്നുള്ള ആവേശത്തോടെയാ പോവുക. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണസിരാ കേന്ദ്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ആലങ്കാരിക ഭാഷയിൽ. ആ പരിശുദ്ധമായ കഅബ അള്ളാഹ് ആദ്യമായി നമ്മളെ പരിചയപ്പെടുത്തിയ വീട്ടിലേക്ക് നിങ്ങൾ വാ. അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അവിടേക്ക് നിങ്ങൾ വാ. നിങ്ങൾ വന്നിട്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഫിറ്റാണോ ഇല്ലയോ എന്ന് ഞാൻ അവിടെ തീരുമാനം എടുത്തുതരാം. വാ. ഈ 4 കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഹജ്ജ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധമായ കഅബ. ആദ്യമായിട്ട്
ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് അള്ളാഹ് അവിടെ ഉപയോഗിച്ച വാക്ക്. ഉളിഅ ലിന്നാസ്, ലോകത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ, മുസ്ലിം എന്നൊന്നുമല്ല, ജനങ്ങൾ അത് അംഗീകരിക്കട്ടെ, ഉൾക്കൊള്ളട്ടെ. ഉളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് നിർമ്മിച്ചത്. ആദ്യമായിട്ട് ഞാൻ നിർമ്മിച്ചതാണ്, ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. മക്കയിൽ ഞാൻ പരിചയപ്പെടുത്തി. എന്തിനാണ്? മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അവിടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. ലോകത്തിന് ഹിദായത്ത് ലഭിക്കാനുള്ള മാർഗമാണ്, ബർക്കത്ത് ലഭിക്കാനുള്ള വഴിയാണ് പരിശുദ്ധമായ കഅബ ശരീഫ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മഫ്തഖറ ഹാജ്ജുൻ, ഒരു ഹാജി അവിടെ വന്ന് ഹജ്ജ് ചെയ്ത് അള്ളാന്റെ തൃപ്തി വാങ്ങിയോ, പൊരുത്തം വാങ്ങിയോ, അവൻ മരണം വരെ അവൻ ഫഖീറാവുകയില്ല, അവൻ പട്ടിണിയാവുകയില്ല, അവൻ ദാരിദ്ര്യത്തിൽ പെടുകയില്ല. നബീന റസൂലുള്ളാഹി. അവിടെ എത്തിയാതി പരിശുദ്ധമായ കഅബയിൽ എത്തുന്നവൻ പിന്നെ അവൻ പിച്ചക്കാരനാവൂല ഒരിക്കലും. അവൻ്റെ ഈമാൻ ശരിയാണെങ്കിൽ അവൻ മരണം വരെ അവൻ ഫഖീറാവൂല, അവൻ ദാരിദ്ര്യത്തിൽ പെടൂല. അതാണ് കഅബ. അവിടേക്ക് വരാൻ പറഞ്ഞ അല്ലാഹു തആല. അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങോട്ടേക്ക് വാന്ന്, നീയായിട്ട് എനിക്ക് കുറച്ച് മുനാജാത്ത് നടത്തണം, അറഫയിൽ നിന്നെ എനിക്കൊന്ന് കാണണം, വാ. നേരിട്ട് അറഫയിലെ മക്കളുമായിട്ട് അള്ളാഹുവിൻ്റെ സംഭാഷണമാണ് നടക്കാൻ പോകുന്നത്. അങ്ങോട്ട് വാ, അങ്ങോട്ടേക്ക് അള്ളാഹ് ക്ഷണിക്കുകയാണ്. ആ ക്ഷണം നമ്മൾ സ്വീകരിക്കണ്ടേ, അള്ളാഹെ കാണണ്ടേ. അള്ളാഹ് എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വാ. ദുബായിൽ നിന്ന് നമ്മൾ മക്കൾ വിളിക്കുന്നു, അല്ലെ മോൻ വിളിക്കുന്നു, വാപ്പ ഉമ്മ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ, ഇവിടെയൊക്കെ പോയി പുതിയൊരു ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്, ഇത് തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങോട്ട് വാ, എല്ലാം കാണിച്ചു തരാം മോനെ. അതെല്ലാം ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിയിട്ട് മോനെ അങ്ങോട്ട് കയറി വരണ്ട. നാളെ നമ്മൾ പറയുക, മക്കളെ പെട്ടെന്ന് നീ വിസ എടുത്താ, ഇപ്പം ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ഇപ്പം റെഡിയാണ്. എത്രയാ പൈസ കറങ്ങാൻ വേണ്ടി ചിലവാക്കുന്നു നമ്മൾ. ദുബായിൽ പോകാനും അവിടെ ഇവിടെയൊക്കെ പോകാനും വേണ്ടി, കറങ്ങാൻ വേണ്ടി ചിലവാക്കും, വിനോദത്തിന് വേണ്ടി ചിലവാക്കും. നമ്മുടെ കുടുംബം, ഭാര്യ മക്കൾക്ക് വേണ്ടി, വിനോദത്തിന് വേണ്ടി നമ്മൾ ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ ടിക്കറ്റ് ഫെയർ നിങ്ങളൊന്ന് നോക്ക്. ഫർളല്ല, സുന്നത്തല്ല, നിർബന്ധമല്ല. പിന്നെ ഒരു ടൈം പാസ്, ഒരു മനസ്സിൻ്റെ സന്തോഷം. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ വർഷവും പോകുന്നവരുണ്ട്, സ്ഥിരമായി പോകുന്നവർ എനിക്കറിയാം. അവരോടൊരിക്കൽ ഞാൻ ചോദിച്ചു, ഹജ്ജ് സമയമുണ്ടല്ലോ നമുക്ക് പോകാമല്ലോ. മലക്കുൽ മൗത്തിൻ്റെ കൂട്ടുകാരനാന്ന് തോന്നുന്നു ഇയാളുടെ അളിയനാന്ന് തോന്നുന്നു മലക്കുൽ മൗത്ത്. ഇയാളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്നെ 2039 ഡിസംബർ 11 ഞാൻ പിടിക്കുള്ളൂ, അതുവരയ്ക്ക് നീ കറങ്ങിക്കോ. അയാൾ പറയുന്ന വാക്കാണ്. സമയമായില്ലല്ലോ ഉസ്താദെ, സമയമായില്ലല്ലോ. എന്ത് വാക്കായില്ല? ഈമാനില്ലാത്തൊരു വാക്കല്ലേ അത്. സമയമായില്ലല്ലോ എന്ന് എനിക്കെങ്കിലും പറയാൻ എന്താ അവകാശമുള്ളത്? കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അങ്ങനെ സമയമായി നാം പറഞ്ഞു, എടേ നാളെ സാധനം കേട്ടിട്ടുണ്ടോ, ഞാൻ നാളെ രാവിലെ പൈസ അവിടെ എത്തിക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇന്നാലില്ല ഈ വൈകുന്നേരം സാധനം കയറ്റിയ പൈസ എത്തിയ. എന്താ നമ്മളിത് ചിന്തിക്കാത്ത? ഈ പറയുന്ന വാക്കെന്തെന്നറിയോ? എന്നാ പറയും, അളിയാ നമുക്ക് അടുത്ത വർഷം അടിപൊളിയായിട്ട് നമുക്ക് കറങ്ങാം, ഇപ്പോഴേ സെറ്റാക്കിക്കോ കേട്ടോ, ഇപ്പോഴേ സെറ്റാക്കിക്കോ. അടുത്ത വർഷം നമുക്ക് പോകാൻ വേണ്ടി അവൾ ഫാമിലി ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ദുബായ്, അബുദാബി, അവിടെ മൊത്തം എമിറേറ്റ്സ് എല്ലാം കറങ്ങാൻ. പിന്നെ ഖത്തറിലെല്ലാം പോയി ലാസ്റ്റ് എല്ലാം അടിച്ച് പൊളിച്ച് നമുക്ക് അവസാനം ഉംറയും ചെയ്ത് വരാം. എല്ലാത്തിൻ്റെയും പര്യവസാനം ഉംറയാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം അടിച്ച് പൊളിച്ചിട്ട് മക്കയും അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് ലാസ്റ്റ്. അടുത്ത വർഷം കറങ്ങാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ, അത് ഉറപ്പാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ്. അളിയ ഞാൻ റെഡിയാണ്, അൽഹംദുലില്ലാഹ്, ഓക്കെ. ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പൈസ കുറഞ്ഞ് കിട്ടും. അളിയ എന്നാൽ അടുത്ത വർഷം നമുക്ക് ഹജ്ജിന് പോയാലോ? ഒരുപാട് ബാധ്യതയുണ്ടളിയാ. ചൊറിയാമേ അടുത്ത കറങ്ങാൻ ബാധ്യതയില്ല, പ്രശ്നമില്ല. ടിക്കറ്റ് ഫെയർ പ്രശ്നമൊന്നുമില്ല, വിസ ഒന്നും പ്രശ്നമല്ല. ഹജ്ജിന് പോകുന്ന കാര്യം പറയുമ്പോൾ അടുത്ത വർഷം ഹജ്ജിന് പോകണം. ഇച്ചിരി കുറച്ച് കടമുണ്ട്, മോളെ കെട്ടിച്ച കടമുണ്ട്, വീട് വെച്ചതിൻ്റെ കടമുണ്ട്, കട വെച്ചതിൻ്റെ കുറേ കടമുണ്ട്. ഈ കടമൊന്നും അപ്പം ദുബായിക്ക് പോകുന്നതിന് ബാധ്യതയില്ല. ഇല്ലേ, ഈ ദുബായിൽ കറങ്ങാൻ പോകുന്ന പൈസ കൊടുത്ത് ഈ ബാധ്യത തീർത്തൂടെ എനിക്ക്? ഹജ്ജിന് പോകുന്ന വിഷയം വരുമ്പോൾ മാത്രം ഇവൻ്റെ മസല
അല്ല പള്ളിയിൽ നിസ്കരിക്കാൻ കാണുന്നല്ലോ. ഓ ഉസ്താദേ മുട്ടുവേദന എടുത്തിട്ടേ ഒരു നടക്കാനും വയ്യ, പിന്നെ ഈ മൂത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അയാൾ ഓടുന്നതാണ് മാർക്കറ്റിലോട്ട്. അല്ല കാക്ക ഇപ്പം മുട്ടുവേദന അത് മറ്റേ ഒരു എന്താ പറയുക, ഒരു ഉറയിട്ടിട്ടുണ്ട് ഉസ്താദേ, അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഡോക്ടർ പോകാനൊരു സൗകര്യം ചെയ്തു. ആ ഉറയിട്ട് പള്ളിയിൽ വന്നൂടെ? ഹബീബ, ഇതൊക്കെ നമ്മുടെ സ്വന്തം വിഷയം വരുമ്പം ഈ മസല ഒന്നുമില്ല. അള്ളാഹുവിനുമായിട്ടുള്ള അടുക്കുന്ന വിഷയം വരുമ്പം നമുക്ക് 100 മസലയും പ്രശ്നങ്ങളും ആവലാദികളും വേവലാദികളും പരാതികളും ഒക്കെയാണ്. ഹജ്ജിൻ്റെ വിഷയം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചർച്ച. എന്നാൽ എൻ്റെ റബ്ബിനെ എനിക്ക് കാണണം. അല്ലാഹുവേ, ഹിദായത്തിന്റെ ഗേഹമല്ലേ അത്? ആദ്യമായി ആ കഅബ കാണുമ്പോൾ ഒന്ന് ദുആ ചെയ്ത് അല്ലാഹ് അത് സ്വീകരിക്കും. അല്ലാഹ് കാണുന്നത് പോലെയല്ലേ? നബിതങ്ങൾ കയറി നമസ്കരിച്ചല്ലേ? സഹാബാക്കൾ കയറിയതല്ലേ? പ്രവാചകന്മാർ മൊത്തം വന്ന സ്ഥലമല്ലേ? നമുക്ക് അവരൊക്കെ കുമ്മ വെച്ച കല്ലല്ലേ ഹജറുൽ അസ്വദ്? എൻ്റെയും ചുണ്ടവിടൊന്ന് സമർപ്പിച്ചൂടെ? നബിതങ്ങളുടെ ചുണ്ട് കൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹജറുൽ അസ്വദിൽ എൻ്റെയും ഈ പാവിയുടെ ചുണ്ടൊന്ന് ചേർത്ത് വെച്ചൂടെ? ആ കഅബയെ ഒന്ന് കെട്ടിപ്പിടിച്ചൂടെ? ഒന്ന് ചേർന്ന് എൻ്റെ ഖൽബുമായി ഒന്ന് ബന്ധിപ്പിച്ചൊന്ന് ദ്വാരുന്നൂടെ? ഓഹ്, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്! ഹിദായത്തിൻ്റെയും മുബാറക്കത്തിൻ്റെയും ബർക്കത്തിൻ്റെയും സ്ഥാപനമായ ആ കഅബയിലേക്ക് അല്ലാഹ് ക്ഷണിക്കുകയാണ്. വരി, അല്ലാഹ് ക്ഷണിക്കുകയാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വാ. അതിലൊരു ദൃഷ്ടാന്തമാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മഖാം എന്ന് പറയുന്നത് അതിലൊരു ദൃഷ്ടാന്തമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദം, ആ പരിശുദ്ധമായ കഅബ പണിതു, ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ പണിതു. ആ മഹാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ ആ ഒരു സ്പർശനമേറ്റ സ്ഥലം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനൊരു മാതൃകയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പ്രത്യേക ആരാധനകളൊന്നുമില്ല. അവിടെ പോയി മുത്താനോ ചുംബിക്കാനോ കറങ്ങാനോ ഒന്നുമല്ല. അതൊരു മഖാം. അതിന് നേരെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ല, അവിടെ അതിന് പ്രത്യേകമായ ഒരു ഇബാദത്തല്ല അത്. മഖാമു ഇബ്രാഹീമ വമൻ ദഖലഹു കാന ആമിന. ആരാണോ ആ പരിശുദ്ധമായ മക്കയ്ക്കുള്ളിൽ പ്രവേശിച്ചത് അവൻ സുരക്ഷിതനാണ്. അവൻ സുരക്ഷിതനാണ്. ഏത് വലിയ രോഗവുമായി നീ ആ കഅബയിലേക്ക് പ്രവേശിച്ചോ, അല്ലാഹു നിന്നെ പരിപൂർണമായി സുരക്ഷിതനാക്കും. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചില്ലേ, അല്ലാഹുവേ, നിന്നെ കാണാൻ വരുന്ന നിന്റെ അതിഥികളായ ഞങ്ങൾക്ക് നീ നൽകുന്ന സമ്മാനം എന്താണ്? ഷുഗർ രോഗികളുണ്ട്, കൊളസ്ട്രോൾ കൂടിയവരുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, പടച്ചവനെ പ്രഷർ കൂടിയവരുണ്ട്, തലകറക്കമുള്ളവരുണ്ട്, പല പല രോഗികൾ. ഈ പരിശുദ്ധമായ നിന്റെ വീടിനെ സന്ദർശിക്കാൻ ആഗ്രഹത്തോടെ ആവേശത്തോടെ വന്നാൽ നീ അവർക്ക് നൽകുന്ന സമ്മാനം എന്താണ്? അല്ലാഹ്, നിന്നെ കാണാൻ വന്ന നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ദാവൂദേ, എന്നെ അവരെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ച് ആതിഥേയത്വം സ്വീകരിച്ചു വന്നാൽ അവരുടെ സകല രോഗങ്ങളും ഞാൻ മാറ്റിക്കൊടുക്കാം. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ? അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ? ആ വിശ്വാസത്തോടെ പോയി നോക്ക്, മാറുമോ ഇല്ലെന്നറിയാം. നമുക്ക് വിശ്വാസമില്ല. വയറുവേദന വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞ് തേൻ കുടിയെന്ന്, കുടിച്ചിട്ട് മാറുന്നില്ല. വിശ്വാസമില്ല. ബ്രിട്ടീഷുകാരൻ്റെ മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ. അങ്ങനെ വിശ്വാസമായിപ്പോയി. ഞാൻ 3 പ്രാവശ്യം ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ തേൻ കുടിച്ച് മാറിയില്ല. പിന്നെ അവിടുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗുളിക മേടിച്ച് കഴിച്ചപ്പോഴാണ് എനിക്ക് മാറിയത്. നിൻ്റെ വിശ്വാസം മെഡിക്കൽ സ്റ്റോറിൻ്റെ ഗുളികയാണ്, അതാണ് മാറി, അല്ലാതെ മാറില്ല. അതാണ് ആ വിശ്വാസം. ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി എൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ കരുതി. ഒന്നും മാറിയില്ല. അവിടെ പോയി ആ സംസം വെള്ളം, തണുത്ത വെള്ളം കുടിച്ച് കഫക്കെട്ടും കൂടി ആശുപത്രി വന്ന് കിടന്ന് എൻ്റെ പാടല്ലാ. പറയുന്ന വാക്കതല്ലേ, തീർന്നില്ലേ? എങ്ങനെ വിശ്വാസമുണ്ട്? അവൻ നബി പറഞ്ഞതിന് അല്ല പറഞ്ഞൊക്കെ വിരീതാവൂലേ നമ്മളിങ്ങനെ പറഞ്ഞാൽ? ഇത് നിന്നെ ഇട്ട് അല്ല ഇടങ്ങാറാക്കുന്ന പണിയല്ലേ ഇതൊക്കെ?
ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ള പറഞ്ഞ വാക്ക്, ആര് എന്നെ വന്ന് കാണുന്നു അവർക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കും. അല്ലെങ്കിൽ പറഞ്ഞ ഖുർആനല്ലേ, ഫമൻ ദഖലഹു കാന ആമിനാ. ആരാണോ ആ കഅബയിലേക്ക് പ്രവേശിക്കുന്നത് അവർക്ക് പരിപൂർണമായ സുരക്ഷിതത്വം, സംരക്ഷണം, നിർഭയത്വം നാം നൽകുന്നതാണ്. അവർ പേടിക്കണ്ട, ധൈര്യമായിട്ട് വാ, പേടിക്കണ്ട, ധൈര്യമായിട്ട് വാ. നമുക്കതിനെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യം എന്താ അഭിപ്രായം ഒന്ന് പോയി നോക്ക്. നമുക്ക് ആ ഒരു ചൈതന്യം ഉണ്ടോ? കഅബയിലേക്ക് പോകുമ്പോൾ, ഹറമിലേക്ക് പോകുമ്പോൾ, മത്താഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ചൈതന്യം കിട്ടുന്നുണ്ടോ? നമ്മളെന്തോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയതിൻ്റെ ഒരു രസമാണ്, ഒരു അനുഭൂതിയാണ്. അല്ല, എൻ്റെ റബ്ബിനെ കാണാൻ ഞാൻ വന്നാണ്, എൻ്റെ റബ്ബ് ഇറക്കിയതാണ്, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കഅബയാണ് എന്നുള്ള ചിന്തയിലല്ലല്ലോ നമ്മളോട് എത്തുന്നത്. പോകുമ്പോഴേ അവിടെ കാണുന്നത് എന്താ? കെട്ടിയോളും കെട്ടിപ്പിടിച്ച് അവരിവരും കെട്ടിപ്പിടിച്ച് ഒരു തരത്തിൻ്റെ മോളിൽ കയറി കിടന്ന് ഇതൊക്കെ ഫോട്ടോ എടുത്ത് ജനങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ എങ്ങനെ അതിൻ്റെ അസുഖം മാറുക? പിന്നെ എങ്ങനെ അതിൻ്റെ പാപം പൊറുക്കുക? അല്ലാഹ് എന്നുള്ള ചിന്തയോടുകൂടി ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഇതൊരു ഹിജ്റയാണ്. നിങ്ങൾ ഈ മണക്കാട് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു പോയാൽ, അല്ലാഹ് എൻ്റെ ലക്ഷ്യം നീയും നിന്റെ റസൂലുമാണ് റബ്ബേ. അതാണ് നിയ്യത്ത്. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. എൻ്റെ നിയ്യത്ത് അതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ ഹജ്ജലില്ലാ, ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് സുമ്മലം യസുർനി, എന്നെ അവൻ കാണാതെ മടങ്ങിപ്പോയാൽ ഫഖദ് ജഫാനി, എന്നോട് അവൻ അക്രമമാണ് കാണിച്ചത് കേട്ടോ. കമാ ഖാല അലൈഹിസ്സലാം. ഹജ്ജ് ചെയ്തിട്ട് ഹജ്ജിൻ്റെ നിബന്ധനകളിൽ പെട്ടതൊന്നുമല്ല നബിയെ കാണുക അല്ലെങ്കിൽ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ഹജ്ജ് ചെയ്തു, ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോയത് കൊണ്ട് ഹജ്ജ് കബൂലാവും, ഹജ്ജല്ലെങ്കിൽ കബൂലായില്ലെന്നല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹജ്ജ് ചെയ്തിട്ട് ഒരാൾ എന്നെ കാണാതെ മടങ്ങിപ്പോയി ഫഖദ് ജഫാനി, എന്നോട് കാണിച്ച അക്രമം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഇവിടെ നിന്ന് നമ്മൾ നീയത്തെടുക്കുമ്പോൾ, പടച്ചവനെ, എൻ്റെ നീയത്തും എൻ്റെ പ്രയാണവും എൻ്റെ പരിശ്രമവും എൻ്റെ യാത്രയും നിന്നെയും നിന്റെ റസൂലിനെയും കാണലാണ് അല്ലാഹ്. അതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നിയ്യത്ത് അതാണ്. അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെയും കാണുക എന്നുള്ള നിയ്യത്ത്. അങ്ങനെ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അള്ളാഹുവിനെയും കണ്ടിരിക്കും, അവൻ്റെ റസൂലിനെയും നിങ്ങൾ കണ്ടിരിക്കും. അതുറപ്പാണ്, അതുറപ്പായ കാര്യമാണ്. ആ നിയ്യത്തിലാണ് നമ്മൾ പുറപ്പെടുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫമൻ ദഖലഹു കാന ആമിനാ. അള്ളാഹു ആരെയാണോ പരിശുദ്ധമായ കഅബയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അവർ സകലമാന രോഗങ്ങളിൽ നിന്നും സകലമാന വിപത്തുകളിൽ നിന്നും നിർഭയത്വം പ്രാപിച്ചവരാണ്. ഇനിയിപ്പോൾ പോകാൻ താല്പര്യമില്ലെങ്കിലോ? അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഇത്രയൊക്കെ ഇതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി, ശാരീരികമായി ആർക്കെങ്കിലും ആ കഅബയിലേക്ക് പോകാൻ കഴിവും പ്രാപ്തിയും പ്രതാപവും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പോകാതെ നിങ്ങൾ പിശുക്ക് കാണിച്ച് നാട്ടിൽ കഴിയല്ലേ. വമൻ കഫറ, ഈ സാമ്പത്തികമായി ശാരീരികമായി അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ട് അതിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞു മാറി കഴിഞ്ഞുകൂടിയാൽ അല്ലാഹുവിന് യാതൊരു പ്രശ്നവുമില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു ലോകങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും നിരാശ്രയനാണ്, ധന്യതയാണ്. അവനൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല, അവനൊരു കുറവും വരാൻ പോകുന്നില്ല. അവന് നിങ്ങൾക്ക് ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു. എന്നിട്ട് ആദ്യമായി കഅബ ഷരീഫിനെ ഈ ലോകത്തേക്ക് ഞാൻ സമർപ്പിച്ച സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അള്ളാഹുടെ പദവിക്കൊന്നുമല്ല കുറവ് വരാൻ പോകുന്നത്, നിങ്ങൾക്കാണ് കുറവ് വരാൻ പോകുന്നത്. നിങ്ങൾക്കാണ് കുറവ് വരാൻ പോകുന്നത്. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കും, മരുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കും, കോടാനകോടികൾ ഉണ്ടാക്കും, ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ടും അവനോട് നമ്മളൊന്ന് പോയി ചോദിക്കും, ഹജ്ജ് ചെയ്തോ? പോണം ഇൻഷാ അല്ലാഹ്. പോയില്ല, പോണം ഇൻഷാ അല്ലാഹ്. വലിയ സമ്പന്നന്മാർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നബിയെ
വലിയ സമ്പന്നന്മാർത്തി വെച്ചിട്ടുണ്ട്. ലജ്ജ തോന്നുന്നു, ലജ്ജ. ഇഷ്ടം പോലെ ഇട്ടും മൂടാനുള്ള സമ്പത്തുള്ളവരുടെ ചോദിച്ചാൽ ഹജ്ജിന് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറയാ പോണം ഇൻഷാ അല്ലാ, പോണം ഇൻഷാ അല്ലാ, ദിക്റ പോണം ഇൻഷാ അല്ലാ. 5 വർഷം കഴിഞ്ഞവരടുത്ത് പോയി ചോദിച്ചാൽ ഇവൻ പറയും നമുക്ക് പോണം ഇൻഷാ അല്ലാ. അവസാനം ഭാഗ്യമില്ലാതെ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകും. അല്ലാ കൂനിച്ചീർത്ത് ഇടിക്കും, വിടൂല. അല്ലാഹു അക്ബർ. ഈ സമ്പന്നനെ കൊണ്ടുപോയിട്ട് അല്ലാ അവിടെ കയറ്റിയിരുത്തി ഇടിക്കുന്ന ഇടിയുടെ രംഗം ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കണ്ടേ. എന്തിനാ ഈ പണം അല്ലാ തന്നെ? എന്തിനാ അല്ലാ തന്നെ? 100 പവൻ മോക്ക് കൊടുക്കുമ്പോൾ ഒരു 10 പവൻ മാറ്റി ഹജ്ജിന് പോവും. ഇഷ്ടം പോലെ ഉള്ള എല്ലാം എഴുതി കൊടുത്തല്ലോ. ഹജ്ജിന് പോവും. ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി പോയി. ഭാര്യയും കൊണ്ടുപോവോ? നീയും പോ, ഭാര്യയും കൊണ്ടുപോവോ. അള്ളാൻ്റെ വീട്ടിലേക്ക് പോ. എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്, എനിക്ക് അനുഗ്രഹം തന്നത് നീയാണ്, എനിക്ക് നിഅമത്ത് ചെയ്തവൻ, എനിക്ക് സമ്പത്ത് തന്നവൻ, എനിക്ക് മക്കളെ തന്നവൻ. ഞാൻ പിച്ചക്കാരനെ പോലെ തെണ്ടിയല്ല ജീവിക്കുന്നത്, എനിക്ക് നല്ല രീതിയിൽ വരുമാനം തന്നവൻ നീയാണ് അല്ലാഹ്. എനിക്ക് നിന്നെ കാണണം പടച്ചവനെ, എനിക്ക് നിന്നെ കാണണമല്ല. ആ ആഗ്രഹമായിരുന്നില്ല ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നത്. ആ വാക്ക് കേട്ടല്ലേ മോനെ ഇറക്കാൻ പോലും തയ്യാറായത്. ആ ആഗ്രഹമായിരുന്നില്ല പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. നബിതങ്ങളുടെ വാക്കെന്താ? എൻ്റെ അവസാനത്തെ രാവ്, അവസാനത്തെ ദിവസം നിന്നെ കണ്ടു മരിക്കണമല്ല. അതല്ലേ ഏറ്റവും നല്ല വാക്ക്. അള്ളാഹെ ഒന്ന് കണ്ടു മരിക്കണം. അത് വേണമെങ്കിൽ അള്ളാഹും റസൂലും വേണമെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഇനി ഹജ്ജിൻ്റെ മാസങ്ങളാണ് നമുക്ക് വരുന്നത്. ഹജ്ജ്, മക്ക, മദീന, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും നമ്മൾ ഇൻഷാ അള്ളാഹ് ഇനി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഹജ്ജിന് പോകേണ്ട ആളുകൾ അതിനെ കേട്ട് മനസ്സിലാക്കി ആ ഒരു നല്ല നീയത്തോടു കൂടി നമ്മൾ ഹജ്ജിന് പോകാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് കാര്യമില്ല. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കിയിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് പോകാൻ. അല്ല അവിടെ പോയിട്ട് നമ്മൾ ഹജ്ജ് ചെയ്തിട്ട് വന്നാൽ എല്ലാം അങ്ങ് പൂർത്തിയാവുമെന്ന് ആരും കരുതണ്ട. ഹജ്ജ് പാവങ്ങൾ പൊറുക്കപ്പെടും. ചെറുപാപങ്ങൾ, വൻ പാപമല്ല. വൻ പാപങ്ങൾ അത് തൗബ തന്നെ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഇവിടെ വെച്ച് തന്നെ തൗബ ചെയ്ത് പോകണം. അതാണ് ഹജ്ജ്. എല്ലാവരും വിചാരിക്കുക ഹജ്ജിനൊക്കെ പോയാൽ എല്ലാ പാവം പൊറുക്കുന്നു. എല്ലാ പാവമൊന്നുമല്ല, ചെറിയ പാവങ്ങളൊക്കെയാണ് പൊറുക്കുക. വലിയ പാവങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം. അവിടെ പോയിട്ട് തൗബ ചെയ്യും, ഇവിടെ പോയിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൗബ ചെയ്യും. പോകുന്ന വഴിക്ക് അങ്ങനെ മരിച്ചു പോയാലോ. അതുകൊണ്ട് ഹജ്ജ് അതിൻ്റെ മാധുര്യം, ചൈതന്യം എന്തെന്ന് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ പറഞ്ഞു തരാം. അത് മനസ്സിലാക്കിയിട്ട് വരുന്ന വർഷങ്ങളെങ്കിലും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിളി വരുന്നതിന് മുമ്പ് അവൻ്റെ ഹറം ഒന്ന് കാണാൻ, നബിതങ്ങളെ ഒന്ന് കാണാൻ, ആ റൗളയിൽ നമസ്കരിക്കാൻ ഭാഗ്യത്തിന് വേണ്ടി ഇപ്പോഴേ പരിശ്രമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അത് നസീബാക്കുമാറാകട്ടെ. പുതിയതായി ഹിഫ്ള് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ അവസാന ദിവസം ഇന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി ആരെങ്കിലും അപേക്ഷിക്കാനുണ്ടെങ്കിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ ഇൻ്റർവ്യൂ ഞായറാഴ്ച 5-ാം തീയതി, മറ്റന്നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നതാണ് ഇൻ്റർവ്യൂ. നമ്മുടെ മക്കളെയൊക്കെ കഴിഞ്ഞ് നമ്മൾ റമളാനിലൊക്കെ പറഞ്ഞിരുന്നല്ലോ ഹിഫ്ള് പഠിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും ആ മക്കളെയൊക്കെ അങ്ങോട്ടേക്ക് വിടി. എല്ലാം പഠിപ്പിക്കും. 2 വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഖുർആനും പഠിക്കട്ടെ, മറ്റേതും പഠിക്കട്ടെ. രണ്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ മക്കൾക്കൊരു വലിയൊരു താല്പര്യം. നമ്മുടെ മഹല്ലിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ അതിനൊരു അവസരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പാഴാക്കാതെ എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലക്കൽ ഹംദു വലക ശുക്ർ. യാ അല്ലാഹ്, അർഹമുറാഹിമായ തമ്പുരാനെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു ഇഖ്ലാസോടെ ഈമാനോടുകൂടി നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. പരിപൂർണമായ നിലയിൽ എല്ലാം നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. അതിനുശേഷം ഒരു തെറ്റിലേക്ക് പോകാൻ നീ അനുവദിക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ അത്രയ്ക്ക് നല്ല മനസ്സോടുകൂടി, നല്ല ഹൃദയത്തോടുകൂടി, ഈമാനോടുകൂടി അള്ളാഹുവെ നിന്നെ കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെ തെറ്റുകുറ്റങ്ങൾ നീ പൊരുത്തപ്പെട്ട് തരണം പടച്ചവനെ. ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്, പറഞ്ഞവരാണ്, കാണിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹുവെ നിനക്കറിയാമല്ലോ ഞങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും. ഇതൊന്നും നിന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല, എങ്കിലും ഞങ്ങളുടെ മനസ്സമാധാനത്തിന് പറയുന്നു. നീ എല്ലാം പൊരുത്തപ്പെട്ട് തരണേ പടച്ചവനെ, മാപ്പാക്കി തരണേ പടച്ചവനെ. നീ ഇഷ്ടപ്പെടണേ അള്ളാഹ്, നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ പടച്ചവനെ. നിൻ്റെ റഹ്മത്ത് നൽകപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നിൻ്റെ കോപം ഇറങ്ങിയവരുടെ മേൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് രോഗികളായി കഴിയുന്നവർക്ക് പരിപൂർണമായ മഗ്ഫിറത്ത്, പരിപൂർണമായ ആഫിയത്ത് നീ കൊടുക്കണേ പടച്ചവനെ. ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് പരിപൂർണമായ മഗ്ഫിറത്ത് കൊടുക്കണേ അള്ളാഹ്. ഈ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹുവെ അഫ്ളൽ കാസിമിയുടെ പിതാവ്
ഉമ്മയും ഈ അടുത്ത സമയത്ത് ഒരുമിച്ച് വരും മരണപ്പെട്ടു. അല്ലാഹു നീ അവർക്ക് മഗ്ഫിറത്ത് പൂർണ്ണമായി നീ കൊടുക്കണേ പടച്ചവനെ. പരിപൂർണമായ മഗ്ഫിറത്ത് മർഹമത്ത് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയുള്ളവരാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ പടച്ചവനെ. ഇസ്സത്ത് തരണേ അല്ലാഹ്, ഇസ്സത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ രഹസ്യങ്ങളെ പരസ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ പടച്ചവനെ. ആരുമില്ല, എല്ലാവരും തെറ്റുകാരാണല്ലോ പടച്ചവനെ. ഐബുകളെ നീ മറച്ചു വെക്കണേ അല്ലാഹ്, ഐബുകളെ നീ മറച്ചു വെക്കണേ അല്ലാഹ്. അള്ളാഹു ഏറ്റവും വലിയ ഒരു ശിക്ഷയാണ് സമുദായത്തിന്മേൽ നാണം കെടുക എന്നുള്ളത്. അള്ളാഹു അതിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഇഫത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെടാതെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അള്ളാഹുവെ. അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ വാഹനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവൻ. അള്ളാഹുവെ ദുആ നീ സ്വീകരിക്കുക റഹ്മാനെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.